Hello friends, welcome to Dhruv channel. എൻ്റെ പേര് ആശാ വിനീത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡോക്ടർ രാജേഷ് കുമാർ ഇൻസ്പയർഡ് ഇമ്മ്യൂണിറ്റി ഗെയിനിങ് ഫുഡ് സീരീസിലെ 5th ആയിട്ടാണ്, which is nothing other than fresh fruits. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, 2-3 ഗ്ലാസ് ജ്യൂസ് കുടിക്കുന്നത് ഇതുപോലെ ഒരു ഹോൾ ഫ്രൂട്ട്സ് കഴിക്കണതിലും നല്ലതാണെന്ന്. അത് ശരിയല്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഹോൾ ഫ്രൂട്ട്സിൽ ആപ്പിള്, അതുപോലെ തന്നെ പേരയ്ക്ക, കിവി തന്നെ ആയാലും, കിവിയൊക്കെ നമ്മൾ തൊലി ചെത്തിയിട്ടാണ് കഴിക്കാറ്. അതുപോലെ നമുക്ക് കിട്ടുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാമ്പഴം, അതൊക്കെ നമ്മൾ തൊലി ചെത്താതെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൽ ധാരാളം ഡയറ്ററി ഫൈബർ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ വാക്സ് ഒക്കെ ഉണ്ടെന്ന് പറയണേക്കണോണ്ട് നമുക്ക് വേണമെങ്കിൽ തൊലി ചെത്തി കൊടുക്കാം, അല്ലാണ്ട് പറ്റില്ലല്ലോ. നമുക്കൊക്കെ ഇതുപോലെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഈ ഫ്രൂട്ട്സിലുള്ള നാച്ചുറൽ ഷുഗർ ഈ ഡയറ്ററി ഫൈബറുമായിട്ട് ഇടചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ചെറുകുടലിന് ഫൈബറിലെ ഷുഗറെ അബ്സോർബ് ചെയ്ത് ബ്ലഡിലെത്താൻ ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഫ്രൂട്ട് ജ്യൂസ് ആകുമ്പോഴോ ഈ ഷുഗർ ഇൻസ്റ്റൻ്റായി തന്നെ ബ്ലഡിലെത്തും. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന്, അതുപോലെ ഓവർ വെയ്റ്റ് ഉള്ളവർക്കൊക്കെ ഫ്രൂട്ട് ജ്യൂസ് കൺസപ്ഷൻ കുറച്ച് ഹോൾ ഫ്രൂട്ട്സ് ചവച്ച് കഴിക്കുകയായിരിക്കും നല്ലത്. ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിൽ പാർലറിലൊക്കെ നിന്ന് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ പറയും വേണ്ട. അതിലാണെങ്കിൽ അവർ അഡീഷണൽ ഷുഗറും കളറും എസൻസും ഒക്കെ എല്ലാം ആഡ് ചെയ്യും. പൈസ കൊടുത്ത് നമ്മുടെ ഹെൽത്ത് നശിപ്പിക്കുക നമ്മളപ്പോൾ ചെയ്യണത്. അത് മാത്രമല്ല, നമ്മുടെ ബ്ലഡിന് കൂടുതൽ ഷുഗർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് കൂടുതൽ കിട്ടിയ ഷുഗറിനെ ഫാറ്റ് അല്ലെങ്കിൽ ഗ്ലൈക്കോജനോ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ വീണ്ടും ബ്ലഡിലെ ഷുഗർ ലെവൽ താഴും. നമുക്ക് വീണ്ടും ഹംഗ്രി ആവും, വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. സോ എന്തുകൊണ്ടും ഹോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് നല്ലത്. പക്ഷെ കഴിക്കുന്നതിന് മുന്നേ മഞ്ഞളിലോ അല്ലെങ്കിൽ ഉപ്പിലോ ഇട്ട് നന്നായി കഴുകിയെടുക്കണം. കാരണം ഇപ്പോൾ കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ അസൽ കീടനാശിനികൾ ഇട്ടിട്ടാണ് കിട്ടണത്. ഇപ്പം നമുക്ക് പുറത്തിറങ്ങാനൊക്കെ റെസ്ട്രിക്ഷൻ ഉള്ള കാരണം ഞാൻ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇന്നത്തെ ഡിന്നർ ഭക്ഷണമാക്കുകയാണ് കേട്ടോ. ആദ്യമൊക്കെ എനിക്കൊരു ധാരണയുണ്ടായിരുന്നു, ചോറോ ചപ്പാത്തിയോ കഴിച്ചാലാണ് വയറ് നിറയുള്ളൂ അല്ലെങ്കിൽ ഉറക്കം വരില്ല എന്നൊക്കെ. പക്ഷെ അതൊക്കെ തെറ്റാണ് കേട്ടോ. വീക്ക്ലി അറ്റ്ലീസ്റ്റ് വൺസ് നമ്മളൊരു ഡിന്നറായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക തന്നെ വേണം. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ എപ്പോഴും നമുക്ക് പുറത്ത് പോയിട്ട് ഈ സാഹചര്യത്തിൽ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു നേരത്തെ വീക്ക്ലി വൺസ് ഒരു ദിവസം എന്തായാലും ഡിന്നർ ഇതുപോലെ ഫ്രൂട്ട്സ് ആക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ആട്ടോ. ഇതിൽ വെച്ചിട്ടാണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാം. എല്ലാവരും ഒരു ഫ്രൂട്ടെങ്കിലും ദിവസവും ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും മതി, ഒരു അറ്റ്ലീസ്റ്റ് ഒരു പഴമെങ്കിലും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പഴമെങ്കിലും ഉണ്ടാകുമായിരിക്കും നമ്മുടെ തൊടിയിലേക്ക്. ആ ഒരു പഴമെങ്കിലും ഒരെണ്ണം കഴിക്കാൻ ശ്രമിക്കുക. ഇത് ഇപ്പോൾ മാത്രമല്ല, എപ്പോഴായാലും. അത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഫ്രൂട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പീസ് ചെയ്ത് മിക്സ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ.